നമസ്കാരം. ഇസ്രായേലിൽ സമാധാനം പുലരുമോ? ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം എന്നേക്കുമായി അവസാനിക്കുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഏറെ പ്രസക്തമാണ്. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഓരോ നീക്കവും ലോകം വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് വിവരം. 15 മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ US മുൻകൈയെടുത്ത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലാണ് കരട് രേഖയായത്. 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ ഭരണകൂടം മധ്യസ്ഥതയ്ക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ചർച്ചകൾ വ്യക്തമായ കരാറിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹമാസ് കരാറിന്റെ കരട് അംഗീകരിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തടവിൽ കഴിയുന്ന ഇസ്രായേലുകാരായ ബന്ദികളെ വിട്ടയക്കാനും ഹമാസ് തയ്യാറായിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഇരു കക്ഷികൾക്കും ഇടയിൽ ചർച്ചകൾ നടക്കുന്നത്. വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ എത്രയും വേഗത്തിൽ നടപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അന്തിമമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് ഇസ്രായേലിന്റെ ഭാഗം. ഇസ്രായേലി ക്യാബിനറ്റ് അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ കരാറിന് അന്തിമ ധാരണയുണ്ടാകൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ക്രിയാത്മകവും ഫലപ്രദവുമാണെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ചയോടെ കരാറിന് അന്തിമ രൂപമായേക്കുമെന്നാണ് വിവരം. 3 ഘട്ടങ്ങളിലായിട്ടാണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. 100-ലേറെ ഇസ്രായേലുകാരായ തടവുകാർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ചട്ടക്കൂടിനുള്ളിൽ UN രക്ഷാസമിതി അംഗീകരിച്ച വെടിനിർത്തൽ കരാർ 3 ഘട്ടമായാണ് നടപ്പിലാക്കുക. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, പരിക്കേറ്റവർ എന്നിവരുൾപ്പെടെയുള്ള 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ ഗാസയിൽ നിന്നും മോചിപ്പിക്കും. ഇതിനു പകരം ഇസ്രായേലിന്റെ തടവിലുള്ള 100 കണക്കിന് പാലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കും. ആദ്യഘട്ടം 16 ദിവസമാകുമ്പോൾ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കും. രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയക്കണമെന്നും പകരമായ പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കണമെന്നും കരട് രേഖ ശുപാർശ ചെയ്യുന്നുണ്ട്. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുകയും ചെയ്യാതെ മറ്റു ബന്ദികളെ വിടില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ഹമാസിനെ ഇല്ലാതാക്കാതെ സൈന്യം പിന്മാറില്ല എന്നാണ് നെതന്യാഹു സർക്കാരിന്റെ നയം. 3-ാം ഘട്ടത്തിൽ ഗാസയിൽ മരിച്ച ഇസ്രായേലി പൗരന്മാരായ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറും. ഈ ഘട്ടത്തിൽ രാജ്യാന്തര സമൂഹത്തിന്റെ മേൽനോട്ടത്തിൽ 3 മുതൽ 5 വർഷത്തെ ഗാസ പുനർനിർമ്മാണ പദ്ധതി ആരംഭിക്കും. ലോകമേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ചർച്ചകളെ കാണുന്നത്. അതേസമയം 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 4 കുട്ടികളടക്കം 64 പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് എല്ലായ്പ്പോഴും പറയുമ്പോഴും ലോകമെമ്പാടും എക്കാലവും യുദ്ധഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിസ്സഹായരായ മനുഷ്യരാണ്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.